ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ ചെയ്തേക്കാം. ഇപ്പോൾ കാലത്ത് തന്നെ നേരം വെളുക്കുകയാണല്ലോ എന്നുള്ള ഡയലോഗും ആയിട്ടായിരിക്കും എല്ലാവരും എണീക്കാറ്. ചൂടിൻ്റെ കാഠിന്യം അത്ര മാത്രമേ ഉണ്ട് അല്ലേ. ഇപ്പോഴത്തെ രാത്രി എന്ന് പറയുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ചൂടൊരു വശത്താണെങ്കിൽ പവർ കട്ട് മറ്റൊരു വശത്തായിരിക്കും അല്ലേ. അതിനിടയിൽ നട്ടം തിരിയുന്ന നമ്മളും. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും എല്ലാവരും തരണം ചെയ്ത് വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മോൾക്ക് മദ്രസയുണ്ട്, അപ്പോൾ വേഗം റെഡിയാക്കി വിടലാണ്. അതിനുവേണ്ടി ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മോളെ എണീപ്പിച്ച് വിട്ടാൽ അവൾ തന്നെ എല്ലാം സ്വയം ചെയ്തോളും. ഒരുങ്ങലൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളും. മോൻ വന്നതിന് ശേഷം അവളുടെ കാര്യങ്ങളെല്ലാം അവൾ തന്നെയാണ് നോക്കാറ്. അതെനിക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. ചില മക്കളൊക്കെ മിക്കവാറുള്ള കുട്ടികളും മിക്ക കാര്യങ്ങൾക്കും ഒന്ന് പുഷ് ചെയ്താലേ നടക്കുകയുള്ളൂ എന്നുള്ള മട്ടിലായിരിക്കും. ഇവിടെ മോൾ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ്. മോൾ റെഡിയാകലൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മദ്രസയിലേക്ക് എപ്പോഴും വിടാറുള്ളൂ. 7 മണി മുതൽ 9 മണി വരെയൊക്കെ ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ വെറും വയറോടെ വിശന്നിരിക്കണ്ടല്ലോ. അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായയെങ്കിലും കൊടുത്തിട്ടേ ഞാൻ വിട്ടാക്കാറുള്ളൂ. അതിനിടയിൽ മോൻ എണീറ്റിട്ടുണ്ട്. ഞങ്ങളിവിടെ ചൂടായതുകൊണ്ട് ഹാളിൽ തന്നെയാണ് കിടക്കൽ. അപ്പോൾ ഹാളിലുള്ള തട്ടലും മുട്ടലൊക്കെ കേട്ടിട്ട് അവനും എണീക്കാറുണ്ട്. അപ്പോൾ ഇവിടെ താത്തയും അനിയനും ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ വിളിക്കാനായിട്ട് ഇവിടെ നിന്ന് കുറച്ചടുത്തുനിന്ന് കുറച്ച് കുട്ടികൾ വരും. അവരുടെ കൂടെയാണ് വിട്ടാക്കാറ്. മദ്രസ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ അങ്ങനെ മോളൊക്കെ പോയതിന് ശേഷം പുറത്തൊന്ന് വന്ന് നോക്കി സൂര്യനൊക്കെ കാണാൻ തുടങ്ങിയോ എന്നുള്ളത് ഞാൻ എപ്പോഴും വന്ന് നോക്കാറുണ്ട്. ഇതുപോലെ ഇങ്ങനെ പൊട്ടുകുത്തി നിൽക്കുന്ന സൂര്യനെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കി നിന്നാൽ ശരിയാവില്ലല്ലോ. ഇനിയിപ്പോൾ കിച്ചണിൽ കയറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ്. നേരെ പരിപ്പാണ് വേകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മൊത്തത്തിൽ തട്ടിക്കൂട്ട് പരിപാടികളാണ്. തട്ടിക്കൂട്ട് പരിപാടികളെന്ന് പറഞ്ഞാൽ ദോശമാവുണ്ട്, പിന്നെ തലേന്ന് ഉഴുന്നുവട ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മാവ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ദോശയും ഉഴുന്നുവടയൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് സൈഡായിട്ട് കറി, പരിപ്പ് കറിയാണ് വെക്കുന്നത്. പരിപ്പ് കറി ഞാൻ ഇതുവരെയും തേങ്ങ അരയ്ക്കാതെ വെച്ചിട്ടില്ല. തേങ്ങ അരയ്ക്കാതെ ഒരു തവണ വെച്ചിട്ട് എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. അത് സബോളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ലൂസായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഞാനത് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ചെറിയുള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് തിക്കായിട്ട് കുറുകിയ ഒരു ദാൽ കറി പോലെ സെറ്റാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു വെക്കുന്ന സമയത്ത്. പിന്നെ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. സിമ്പിളായിട്ട് ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കറി വയ്ക്കാനുള്ള ചട്ടി ആദ്യം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സമയമെടുക്കും ചൂടായി വരാൻ സമയമെടുത്താലും ആ ചൂട് ഒരുപാട് നേരം നിലനിർത്താനും മൺചട്ടിക്ക് കഴിയുമല്ലോ. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ഉഴുന്നുവടയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഉഴുന്ന് മാത്രം അരച്ചെടുത്തിട്ട് വെച്ചതായിരുന്നു. അതിലേക്ക് പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, അരിപ്പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കറി റെഡിയാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ നോക്കാമെന്ന് കരുതി. പരിപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് താളിച്ച് ചെറിയ ജീരകവും ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ടാണ് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ട് ഈ ഒരു ദാൽ കറിക്ക്. ഞാൻ വിചാരിച്ചില്ല പരിപ്പ് ഇത്രയും ടേസ്റ്റിൽ കറി വയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളത്. ഞാൻ ഇതുവരെയും ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. പലഹാരത്തിനാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാം, ചോറിനാണെങ്കിലും സിമ്പിളായിട്ടൊരു കറിയായിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ ഞാനിതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കുറേശ്ശെയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് തക്കാളി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കുക. പരിപ്പിൽ വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി തിളച്ച് വന്നാൽ നമ്മുടെ കറി ഇവിടെ സെറ്റായി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അതിൽ നന്നായിട്ട് തിളച്ച് വരട്ടെ. പൊടിൻ്റെ ആ ഒരു കുത്തലൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക.
ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്താണ് ഉപ്പിടുന്നത്. വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ, ഉപ്പ് പിടിക്കേണ്ട ലെവലിലുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണെങ്കിലും ഉപ്പിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. ഞാനതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് ഒരുപാട് പേര് നല്ല നല്ല കമൻസ് ഇടുന്നുണ്ട്. പിന്നെ കുറേ പേര് കുറേ നല്ല സജഷൻസ് പറയുന്നുണ്ട്. വീഡിയോസ് അങ്ങനെ എടുത്തൂടെ, എങ്ങനെ എടുത്താൽ നന്നായിരിക്കും, അങ്ങനെയുള്ള സജഷൻസൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇനിയും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അങ്ങനെ കറിയൊക്കെ റെഡിയായി. ഇനി ഉഴുന്നുവട ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഉഴുന്നുവടൻ്റെ ഷേപ്പിലല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്, ചെറിയൊരു മിനി ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നതാണ്. ഇതാവുമ്പോൾ പെട്ടെന്ന് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഉഴുന്നുവട ആവുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ആക്കി വരുമ്പോഴേക്കും ഒരുപാട് ടൈം വേസ്റ്റായി പോവും. ഇപ്പം ഞാൻ മിക്കവാറും ഉഴുന്നുവട ഇതുപോലെയൊക്കെയാണ് ചെയ്യാറ്. ഇതുപോലെ ആവുമ്പോൾ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എളുപ്പത്തിൽ പണി തീരുകയും ചെയ്യും. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഈസി സ്നാക്സ് ആയിട്ട് ഇതൊക്കെ ഞാൻ ഇടയിലിടയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ 2 തവണ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതേ ഉണ്ടാവുമോ. അപ്പോൾ വേഗം പണിയും കഴിയും. ആ ഒരു രീതിയിലാണ് ഇപ്പം ഞാനൊക്കെ ചെയ്യാറ്. ഉഴുന്നുവടൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. വേറൊന്നുമല്ല, ഞാൻ വ്ളോഗ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പിന്നെ രാവിലെ ആയപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് തുടങ്ങിയതാണ്. പിന്നെ ഉഴുന്നുവടൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. നല്ല സോഫ്റ്റായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അധികം ഓയിലൊന്നും വലിച്ചെടുക്കാത്ത ഉഴുന്നുവടൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളത് കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമായി. ഇനി 2 ദോശ കൂടി ചുടണം. ദോശയും വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ വേഗം ദോശ ചുടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അത് കഴിക്കുന്നത് വരെ ഈ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അത് കാരണം എടുക്കാതിരുന്നതാണ്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. എന്നാൽ പിന്നെ മോർണിംഗ് റൂട്ടീൻ പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ പുറത്തൊന്ന് കറങ്ങാൻ പോകാമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നില്ല. പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. പിന്നെ എന്തായാലും പോവാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവാനായിട്ട് നിന്നു. പോത്തുണ്ടി ഡാമൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതുവരെയും ഞങ്ങൾ പോത്തുണ്ടി ഡാം കണ്ടിട്ടില്ലായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി മക്കളൊക്കെ അവിടെ നിന്ന് കളിച്ച് റിലാക്സായി കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ വന്നു. ഞങ്ങൾ പോയത് തന്നെ സമയം വൈകിട്ടാണ് പോയത്. അവിടെ എത്തുമ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. മക്കളൊക്കെ ഓടി നടന്ന് പാർക്കിലും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡിയായി. തട്ടിക്കൂട്ടിയതാണെങ്കിലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. മോൾക്ക് ഇതുപോലെ 2-3 ഐറ്റംസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് കാണാനായിട്ട് പറ്റും. പിന്നെ താത്താൻ്റെന്ന് ഉഴുന്നുവട വേണമെന്ന് പറഞ്ഞിട്ട് അവനും ഓരോന്ന് നോക്കി എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനത് കഴിച്ചില്ല. കുറച്ച് നേരം മുമ്പ് വരെ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അതുകൊണ്ട് അവനിക്ക് വയറ് ഫില്ലായതുകൊണ്ട് പിന്നെ എടുത്തത് എനിക്ക് തന്നെ തിരിച്ച് തന്നു. അപ്പോൾ പിന്നെ ഞാൻ അവനെ നിർബന്ധിക്കാനൊന്നും നിന്നില്ല. പിന്നെ ദോശയുണ്ടല്ലോ, ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഓരോന്നും ഒറ്റയ്ക്ക് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്വയം ആലോചിച്ച് ഓരോ കാര്യങ്ങളും ഊഹിച്ചെടുത്തിട്ട് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ഞങ്ങൾക്കൊരു നേരം പോക്കാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആ സമയമായപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ സമയം വൈകിട്ടാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് അത്ര നേരമൊന്നും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. പോയി കുറച്ച് നേരം നിന്നതും പിന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റിയൊക്കെ വന്നിട്ട് എല്ലാവരെയും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറഞ്ഞു. വേറെ ഒന്നുമല്ല, ചൂടായതുകൊണ്ട് പാമ്പും ഒക്കെ ഇറങ്ങുന്നുണ്ട് എന്ന് അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. സെക്യൂരിറ്റീസൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ക്ലിപ്പിങ്സൊക്കെ അവിടെയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റിൽ പറയുക. കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ആ വാച്ച് ചെയ്യുന്ന സമയം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി നോക്കുക. കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. പിന്നെ
പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ വീഡിയോസ് മാത്രം ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അധികം നേരം നമുക്ക് അവിടെ നിൽക്കാനുള്ള ആ ഒരു സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് മാത്രം വീഡിയോസ് ആയി പോയത്. പിന്നെ മക്കൾക്കൊക്കെ അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ല പാർക്കിൻ്റെ നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സമയം കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റിയ സമയമായിരുന്നു ആ ഒരു വൈകുന്നേരം സമയങ്ങളിൽ. അതാകുമ്പോൾ വെയിലും ഉണ്ടാവില്ല, നല്ല തണുത്ത കാറ്റും ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. അധികം വെയിലില്ല, ചൂടില്ല, അതുതന്നെയാണ് വലിയൊരു കാര്യം. മോനിങ്ങനെ വെള്ളം നോക്കിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട്, സൂപ്പർ വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. മക്കളിതാ ഓരോരോ ഐറ്റംസ് കാണുമ്പോൾ അതിനടുത്തേക്ക് ഓടുന്നുണ്ട്. ഞാൻ എൻ്റെ വക കുറച്ച് വീഡിയോസൊക്കെ അവിടെ ആയിട്ട് എടുത്തു. പിന്നെ കുറച്ച് നേരമായിട്ട് ഇക്കാനെയും മോനെയും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതാ ഇവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ, മോനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട് എനിക്ക്. ഇപ്പോൾ ഭയങ്കര നാണവും മടിയൊക്കെയാണ് അവനിക്ക്. എന്തായാലും അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് പോയി വന്നതുപോലെയായി. വെക്കേഷനായിട്ട് എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ചൂടും വെയിലും ഒക്കെ ആണല്ലോ, അതുകൊണ്ട് എവിടെയും പോകാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ഈ ഒരു അവസരം മക്കൾ നല്ല രീതിയിൽ മുതലാക്കി. പക്ഷെ അധികം നേരം നിൽക്കാനായിട്ട് പറ്റിയില്ല. ഇവിടെ നിന്ന് കാണുന്ന വ്യൂസ് അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. മലയും ഡാമും ചെടികളും ഒക്കെ ആയിട്ട്. ഇപ്പോൾ മഴയുള്ള സമയത്തൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ള് പച്ചപ്പായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കുട്ടികൾക്ക് ഇതുപോലുള്ള ഐറ്റംസ് കളിക്കാനും പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ഒന്ന് റിലാക്സ് ആവാനും ഒക്കെ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. മക്കളൊക്കെ മിക്കവാറുള്ള ഐറ്റംസിലൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. മോന് പറ്റുന്ന ഐറ്റംസിലൊക്കെ അവനെ ഇരുത്തുന്നുണ്ടായിരുന്നു. അവനും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വോയിസിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, വേറൊന്നും അല്ല. ഇപ്പോൾ ചൂടായതുകൊണ്ട് തണുത്ത വെള്ളങ്ങളൊക്കെ കുടിക്കുകയല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ബാക്കിൽ ഫാനിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ട്. വേറെ വഴിയില്ല, നല്ല ചൂടാണ്. ഫാൻ ഓഫ് ചെയ്തിട്ട് വോയിസ് കൊടുക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ കൊടുത്തു പോകുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനും എൻ്റെ താത്തയും നടക്കുന്നതും ഇരിക്കുന്നതും അങ്ങനെയുള്ള കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസ് കിട്ടി. അവിടെ പോയതുകൊണ്ട് ഏറ്റവും ഉപകാരം ഞങ്ങൾക്കായിരിക്കും. ഞങ്ങൾക്ക് കുറേ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റി. ഞങ്ങൾക്ക് ഫോട്ടോസ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഫോട്ടോസ് എടുത്ത് കൂട്ടും, അത്രയും ഭ്രാന്താണ് ഫോട്ടോസ്. പിന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റി അനൗൺസ് ചെയ്യാനായിട്ട് തുടങ്ങി, സൈറനൊക്കെ മുഴങ്ങാനായിട്ട് തുടങ്ങി. വേഗം പുറത്തേക്ക് ഇറങ്ങണം, സമയം ആവാറായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കാറ് പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം വീഡിയോസൊക്കെ ആഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്, വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ മാക്സിമം അത് എൻജോയ് ചെയ്യാനാണ് നോക്കാറ്. വല്ലപ്പോഴും കിട്ടുന്ന സമയങ്ങളല്ലേ, അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് നോക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ മെനക്കെട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ നേരെ വീടെത്താനായിട്ട് ആലത്തൂർ എത്താനായപ്പോൾ ഒരു ഐസ്ക്രീം പാർലറിലേക്ക് കയറി. അവിടുന്ന് ഷെയ്ക്കൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. അവിടെ പോയി കുറേ നേരം ഡിലേ ആയിട്ട് നിന്നു, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ മക്കൾക്കൊക്കെ വേഗം വാങ്ങിക്കൊടുത്ത് പിന്നെ നേരെ താത്താൻ്റെ വീട്ടിലേക്കാണ് പോയത്. താത്താൻ്റെ വീട്ടിലേക്ക് പോയി അവരവിടെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന്. മക്കൾ പിന്നെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോവുക, കുറച്ച് കഴിഞ്ഞിട്ട് പോവുക, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. പിന്നെ കുറച്ച് നേരം നിന്ന് പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് മുല്ലപ്പൂ കോർക്കാനുണ്ടായിരുന്നു, അതൊക്കെ കോർത്ത് അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ നാളായി മുല്ലപ്പൂ കിട്ടിയിട്ട്. അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു, തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ്. അപ്പോൾ അതൊക്കെ കോർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഹാളിൽ തന്നെയാണ് കിടപ്പ്, അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടാണ് ഞാൻ മുല്ലപ്പൂ ഒക്കെ കോർത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.